ചില ശബ്ദാനുകരണങ്ങളാണ് എൻ്റെ ഈ കൊച്ചു മിമിക്രിയിലൂടെ ഞാൻ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നത്. സമയം പ്രഭാതമായി. അരുൺ രാവിലെ എഴുന്നേറ്റപ്പോൾ കേട്ടത് പക്ഷികളുടെ ശബ്ദമായിരുന്നു. അരുൺ പശുവിനെ കറക്കാനായി പശുത്തൊഴുത്തിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ കൊതുകുകൾ ഒരുമിച്ച് അരുണിനെ ആക്രമിക്കാൻ വന്നു. അരുൺ പശുവിനെ കറക്കാൻ തയ്യാറായി. കറന്ന പാൽ അരുൺ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നു. അപ്പോൾ അവസാന തുള്ളികൾ ഇറ്റിറ്റായി വീഴുന്നു. അരുൺ കുളിച്ച ശേഷം ബുള്ളറ്റുമായി അങ്ങാടിയിലേക്ക്. അങ്ങാടിയിലേക്ക് പോകുന്ന വഴി ഒരു കല്യാണം നടക്കുന്നുണ്ടായിരുന്നു. അവിടെ നാഗസ്വരത്തിൻ്റെ ഒരു ശബ്ദം അരുൺ ശ്രദ്ധിച്ചു. അരുൺ അങ്ങാടിയിലെത്തി. അപ്പോൾ ഒരു വണ്ടി അരുണിൻ്റെ അടുത്ത് നിർത്തിയിട്ടു. അതിൻ്റെ ഇൻഡിക്കേറ്റർ അരുൺ ശ്രദ്ധിച്ചു. അരുൺ അങ്ങാടിയിൽ നിന്നും സാധനങ്ങൾ മേടിച്ച ശേഷം തിരിച്ച് വീട്ടിലെത്തി ഒരു ഉച്ചമയക്കത്തിലേർപ്പെട്ടു. ആ ഉറക്കത്തിൽ അരുൺ ഒരു പ്രേത സ്വപ്നം കാണുകയുണ്ടായി. സ്വപ്നത്തിൽ അരുണിൻ്റെ ഹൃദയമിടിപ്പ്. ദൂരെ ഒരു കുറുക്കൻ്റെ ഓരിയിടൽ. ആ ശബ്ദം കേട്ട് ഞെട്ടി എഴുന്നേറ്റ അരുണിൻ്റെ ഫോൺ മേശയിൽ നിന്നും വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഫോൺ കയ്യിലെടുത്തപ്പോൾ വൈബ്രേറ്റ് മോഡ് ഓഫാക്കിയപ്പോൾ അരുണിന് തീവണ്ടിയുടെ ശബ്ദം കേൾക്കാമായിരുന്നു. കുറച്ച് ടി വി ആസ്വാദനത്തിന് വേണ്ടി അരുൺ ടി വി ഓണാക്കി. അപ്പോൾ ആനിമേഷൻ ക്യാരക്ടറായ ഡൊണാൾഡ് ഡക്കിൻ്റെ സൗണ്ടാണ് അരുൺ കേട്ടത്. അരുൺ ചാനൽ മാറ്റി. അപ്പോൾ പുകവലിയുടെ ഒരു പരസ്യമാണ് അരുൺ കേട്ടത്. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. ഒരു ശരാശരി പുകവലിക്കാരൻ്റെ ശ്വാസകോശത്തിൽ നിന്നും അടിഞ്ഞുകൂടുന്ന കഥയെടുത്ത് നോക്കിയാൽ അത് ഇത്രത്തോളമായിരിക്കും. ഇത് മതി നിങ്ങളെ ഒരു വലിയ രോഗിയാക്കുവാൻ. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും, വലിയ വില. അരുൺ വീണ്ടും ചാനൽ മാറ്റി. അപ്പോൾ നടനായ ശശി കലിംഗയുടെ ഒരു ഡയലോഗാണ് അരുൺ കേട്ടത്. കക്കൂസിൽ നിന്ന് ചൂണ്ടയിട്ട് പിടിച്ചതാ, കുടംപുളിയിട്ട് വെച്ചാൽ മതി, നല്ല ടേസ്റ്റ് ആയിരിക്കും. അരുൺ വീണ്ടും ചാനൽ മാറ്റി. അപ്പോൾ മ്യൂസിക് വേരിയേഷനോടും ബീറ്റ് ശബ്ദത്തോടും കൂടിയ ഒരു വേരിയേഷൻ അരുൺ കേട്ടു.
ഇതോടുകൂടി എൻ്റെ മിമിക്രി ഞാൻ ഇവിടെ അവസാനിക്കും. നമസ്കാരം, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് മിമിക്രി നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ആദ്യമായി സ്റ്റേജിൽ നിന്ന് എടുക്കുന്ന ഒരു തീവണ്ടി. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാത്ത ഒന്നാണ് ക്ലോക്കിന്റെ സെക്കൻഡ് സൂചി. ഇതേപോലെ തന്നെ പണ്ട് കാലത്ത് ഇപ്പോൾ ചില വീട്ടിലും പശുവിനെ വളർത്തലുണ്ട്. അപ്പോൾ പശുവിൻ്റെ പാല് ഇറക്കുന്ന ശബ്ദം. ഇതേപോലെ തന്നെ ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേരുടെ ഇഷ്ട കാറുകൾ മോഡിഫിക്കേഷൻ ചെയ്ത് അതിൻ്റെ എക്സോസ്റ്റ് റേസാക്കി പൊട്ടുമ്പോഴുള്ള ശബ്ദം. ഇതേപോലെ തന്നെ നമ്മൾ വീടിൻ്റെ അടുത്ത് പുല്ല് വളർന്നാൽ നമ്മൾ ഗ്രാസ് കട്ടർ ഉപയോഗിച്ചാണ് പുല്ല് വെട്ടുന്നത്. ഇതേപോലെ തന്നെ നമ്മൾ റോഡിലൂടെ നടക്കുമ്പോൾ ഒരു പട്ടിയെ കണ്ട് പട്ടി നമ്മളെ നോക്കി കുരയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ദേഷ്യം പിടിക്കും. നമ്മൾ കല്ലെടുത്ത് അറിഞ്ഞെറിയും. ഇതേപോലെ തന്നെ നമ്മൾ വീടിൻ്റെ അടുത്ത് ഒരു പൂച്ചയുണ്ട്. ആ പൂച്ച നമ്മളെ നോക്കി കരയുന്നത്. ഇതേപോലെ തന്നെ ഒരു പോത്ത് കരയുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യും. താങ്ക് യു. നമസ്കാരം. ജൂലൈ 30 മറക്കാനാവില്ല നമുക്ക് ആ രാത്രി. എത്ര സുന്ദരമായിരുന്നു ഈ വിടം. ഇവിടെയൊക്കെ പല കലാരൂപങ്ങളും അരങ്ങേറിയിട്ടുണ്ടായിരുന്നു. ഇവിടെ പല എക്സിബിഷനുകളും നടക്കാറുണ്ടായിരുന്നു. ഒരു യുവാവിന്റെ മരണക്കിണറിൽ ആക്സിഡർ ബൈക്കിൽ ജീവൻ പാഴു പോകുന്നു. ഒരു സോഡ കുടിച്ചിട്ട് തുടങ്ങും. കുറച്ചു തുള്ളിയുടെ ബാക്കിയുള്ളൂ. ആരാധകരെ ശാന്തരാകുവിൻ. തുടങ്ങാം.
പല രാഷ്ട്രീയ പ്രവർത്തകരും ഇവിടെ വരാറുണ്ടായിരുന്നു. അതായത് ശ്രീനാരായണ ഗുരു പറഞ്ഞത് അല്ലെങ്കിൽ വേണ്ട, നിങ്ങളൊക്കെ കണ്ടോ എനിക്ക് ഒരു പാട്ട് പാടാൻ തോന്നുന്നു. അടി 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 മനസ്സിലായോ സാറേ? സാറ് പറഞ്ഞ ഒന്നും മനസ്സിലായില്ല. എനിക്കും മനസ്സിലായില്ല. ബെയിലി പാലത്തിന് വേണ്ടിയുള്ള സാമഗ്രികൾ കൊണ്ടുവന്നത് ട്രെയിനിലായിരുന്നു. ഇവിടെയുള്ള മിക്ക റിസോർട്ടുകളും DJ പബ്ബുകളായിരുന്നു. മണ്ണിനെ മുറിവേൽപ്പിച്ചുകൊണ്ട് റിസോർട്ടുകളും മറ്റും പണിയുമ്പോൾ ഒന്ന് ഓർക്കുക, ജൂലൈ 30 ഒരു ഓർമ്മപ്പെടുത്തലാണ്. നന്ദി, നമസ്കാരം.